പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള സുൽബിയ സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിവിടെ UAE-ൽ ഇറാനിയം ബേക്കറിയിലൊക്കെ കാണാൻ പറ്റും. ശരിക്കും ഇത് നമ്മുടെ നാട്ടിലെ ജിലേബി തന്നെയാണ് സംഭവം. പക്ഷേ ഷേപ്പിലും സൈസിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ജിലേബിയുടെ അത്ര വലുതല്ല, കുറച്ച് ചെറിയതാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് ചെറിയ ഹോളിലൂടെയാണ് ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചെറിയ തിന്നായിട്ടുള്ള ലെയറായിരിക്കും ഇതിനുണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയല്ലേ, ബേക്കിംഗ് പൗഡറാണ്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദക്ക് പകരം 1 കപ്പ് മൈദ എടുത്തിട്ട് ബാക്കിയുള്ള മെഷർമെൻറ്റൊക്കെ ഡബിളാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് മൈദക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് ജെൽ കളറാണ് ഒരു 2 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തത്. ഇനി 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണേ. കാരണം ഒന്നിച്ച് ഒഴിച്ചിട്ട് ചിലപ്പം ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോയാൽ പിന്നെ നമ്മുടെ ജിലേബി ശരിയാവില്ല. ഒരു കറക്റ്റ് പാകത്തിന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജിലേബി റെസിപ്പിയാണ് ഇത്. മാവ് മിക്സ് ചെയ്തിട്ട് കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. 5-10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഡ്രോപ്സും കൂടി ജെൽ കളർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മറ്റേ പൗഡർ കളറില്ലേ, ഓറഞ്ച് പൗഡർ കളർ, അതാണെങ്കിലും കുഴപ്പമില്ല. ജിലേബി കളർ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്നില്ലേ, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ യെല്ലോ കളറില്ലാതെയും കഴിക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ കളറൊക്കെ ചേർക്കുന്നത്. അതത്ര ഹെൽത്തി ഒന്നല്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല. നമുക്കിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം വേണം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം, അത് അത്രയും മതിയാവേ. ഇതിലേക്കും കുറച്ച് ഫുഡ് കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലെമൺ ജ്യൂസ് കുറച്ചൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ കൂടി ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇറാനി സ്വീറ്റ്സ് അവർ സാഫ്രോണൊക്കെയാണ് ചേർത്ത് കൊടുക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. റോസ് വാട്ടർ അല്ലെങ്കിൽ സാഫ്രോണൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിറപ്പ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു നൂൽ പരുവല്ലേ, അതിന് തൊട്ട് മുമ്പുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതാണ്. അതായത് നല്ല തിക്കാണ്, സ്റ്റിക്കിയാണ്, പക്ഷേ ഒരു നൂൽ പരുവത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു പാകത്തിനാണ് വേണ്ടത്. ഈ ഒരു പാകത്തിന് തന്നെ വേണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ചെറിയ ഹോള് കിട്ടുന്ന വിധത്തിൽ കട്ട് ചെയ്യണേ. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ഹോളിലാണ് ഇത് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് വലിയ ജിലേബി നാട്ടിലൊക്കെ ബേക്കറിലൊക്കെ കിട്ടുന്ന വലിയ ജിലേബിയാണ് വേണ്ടതെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇറാനിയൻ സ്വീറ്റ്സിൽ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തിന്നായിട്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട്, അതുപോലെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ കറക്റ്റ് ഒരു ഷേപ്പ് വേണമെന്നില്ല. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓയിൽ നല്ല ചൂടുണ്ടാവരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായിട്ട് നമ്മുടെ ഓറഞ്ച് കളറൊക്കെ മാറിയിട്ട് ഇത് ബ്രൗൺ ജിലേബിയായി മാറും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താലേ നല്ലൊരു കളറുള്ള ജിലേബിയായിട്ട് കിട്ടും. നമുക്കൊരു 3-4 അല്ലെങ്കിൽ 5-6 ചെറിയ സൈസിലായതുകൊണ്ട് തന്നെ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, കാരണം തിന്നായിട്ടുള്ളതല്ലേ. അപ്പോൾ തിരിച്ചിടാണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുന്നുണ്ട്.
പിന്നെ ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ തിന്നായതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഉൾഭാഗത്തൊക്കെ സിറപ്പ് കയറുമെന്ന്. പക്ഷെ നല്ലതുപോലെ സിറപ്പൊക്കെ ഉൾഭാഗത്തൊക്കെ കയറുന്നുണ്ട്. ഇതിപ്പം ചെറിയ ഫ്ലെയിമിലുള്ളത്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒട്ടും കൂട്ടരുത്. ഇതാ ഇനി നമുക്ക് ഷുഗർ സിറപ്പിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് എടുക്കണേ. കുറേ സമയം വെക്കരുത്. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ചൂടോടുകൂടി ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സുൽബിയ റെഡിയായി. ഇറാനിയൻ ജിലേബി റെഡി. ഇത് നല്ല ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ, വനില ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് ജിലേബിയും നല്ല തണുത്ത ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു ജിലേബി ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരാഴ്ച വരെയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്രിസ്പി ആവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞു ജിലേബി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.